ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അങ്ങനെ കൺസിക്യൂട്ടീവ് ആയിട്ട് 4ാമത്തെ കളി വിജയിക്കുന്നത്. മികച്ച ഫോമിലാണ് SRH കളിക്കുന്നത്, ഒരു സംശയങ്ങളും വേണ്ട. അത്രയും കപ്പാസിറ്റിയോടുകൂടി അവർ കളിക്കുന്നുണ്ട്. ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി ജയ്പൂർ പോയിട്ടാണ് പരാജയപ്പെടുത്തത്. കഴിഞ്ഞ കളി അവരെ ഹൈദരാബാദിലിട്ട് പൊട്ടിച്ചെങ്കിൽ ഇന്നലെ സ്വന്തം നാട്ടിലിട്ട് അവരെ കത്തിച്ചു എന്ന് തന്നെ പറയണം. ഇന്നലെ പാറ്റ് കമ്മിൻസ് വന്നു, SRHന് അത് ബൂസ്റ്റപ്പ് ആണ്. പാറ്റ് കമ്മിൻസ് വന്നിട്ട് മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. ശരിയാണ്, ജയ്പൂരിലെ പിച്ചിൽ ഇപ്പോ ഇന്നലെ നടന്ന മത്സരത്തിൽ അല്പം റൺസ് വന്നിട്ടുണ്ട്. 228 റൺസാണ് രാജസ്ഥാൻ എടുത്തത്. പക്ഷെ അതിന്റെ ഒരു കാരണം 15-കാരൻ പയ്യൻ. നിങ്ങൾക്ക് 15 തന്നെയാണ് പ്രായം, അത് നമുക്ക് സംശയം കണ്ടിട്ട് ഇപ്പോ. കാരണം അമ്മായിരം അടിയാണ് ആ ചക്കൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. 37 പന്തിൽ 103 റൺസാണ് വൈഭവ് സൂര്യവംശി അടിച്ചത്. 12 സിക്സറുകളും 5 ബൗണ്ടറികളും. അദ്ദേഹത്തിന്റെ കൂട്ടായി വന്ന യശസ്വി ജയ്സ്വാളിനെ തുടക്കത്തിലെ പറഞ്ഞുവിടുന്നു. അദ്ദേഹം 10 റൺസാണ് എടുക്കുന്നത്. ഇഷാൻ മല്ലിംഗയുടെ പന്തിൽ ഹെൻറി ക്ലാസിനെ പിടിച്ചാണ് പുറത്താകുന്നത്. മല്ലിംഗ ജയ്സ്വാൾ പോകുമ്പോൾ 2 ഓവർ 40 കഴിഞ്ഞു. അതിന്റെ കാരണം ആദ്യത്തെ ഓവറിൽ തന്നെ 4 സിക്സറുകളാണ് വൈഭവ് സൂര്യവംശി പറത്തിയത്. പിന്നെ ധ്രുവ് ജുറലും നമ്മുടെ സൂര്യവംശി കൂടി മികച്ച പാർട്ട്ണർഷിപ്പ്. ജുറൽ ഇന്നലെ 50 എടുക്കുന്ന കാഴ്ച കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ വിക്കറ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണ് പറഞ്ഞുവിടുന്നത്. അദ്ദേഹം ഇന്നലെ 51 റൺസാണ് ജുറൽ എടുക്കുന്നത്. പിന്നെ റയാൻ പരാഗിന് കാര്യമായിട്ട് നിങ്ങൾ ക്ലീൻ ബൗൾഡ് ആണ് പാറ്റ് കമ്മിൻസിനെ പറഞ്ഞേക്കുന്നത്. ഡൊണോവൻ ഫെറയുടെ പ്രകടനം എടുത്ത് പറയണം. 16 പന്തിൽ 33 റൺസ്. ഷിമോൺ ഹെറ്റ്മയർ 10 പന്തിൽ 11, ജഡേജ 3 പന്തിൽ 4, ആർച്ചർ 2 പന്തിൽ 2. സൂര്യവംശിയുടെ കാര്യം അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല. കാരണം ഇന്നലെ ഒരു ബോൾ പോലും നിലത്ത് വെക്കാൻ അദ്ദേഹം വിട്ടിട്ടില്ല. അമ്മാതിരി അടി അടിച്ച് 12 സിക്സറുകളാണ് ബാറ്റിൽ നിന്ന് വന്നത്. 12 സിക്സ് 5 ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 92 റൺസ് അങ്ങനെ കിട്ടി. ബാക്കി 11 റൺസാണ് അദ്ദേഹം ഓടിയെടുത്തത്. അതാണ് പറയുന്നത്, ഈ മനുഷ്യന് 15 തന്നെയാണ് പ്രായം പയ്യന്. പിന്നെയുള്ളൊരു കാര്യം, ഇപ്പൊ SRHന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, SRHന്റെ ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ ഷക്കീബ് ഹുസൈൻ ആദ്യത്തെ 3 ഓവർ മികച്ച രീതിയിൽ പന്തരം. പക്ഷെ ഇന്നലെ ഓഫ് കളറായപ്പോൾ അദ്ദേഹത്തിന് 4 ഓവറിൽ 60 റൺസാണ് ഇന്നലെ കിട്ടിയത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 4 ഓവർ 62 റൺസ് ഷക്കീബ് ഹുസൈൻ. പക്ഷെ പ്രഫുലിഞ്ചി 4 ഓവർ 49, പാറ്റ് കമ്മിൻസ് 4 ഓവറിൽ 27 റൺസ് മാത്രമേ കമ്മിൻസ് വിട്ടു കൊടുത്തിട്ടുള്ളൂ. ഇഷാൻ മല്ലിംഗ 4 ഓവർ 38, ശിവകുമാർ 2 ഓവർ 30, നിതീഷ് കുമാർ റെഡ്ഡി 2 ഓവറിൽ 20. അങ്ങനെ ഡൽഹി അല്ല നമ്മുടെ രാജസ്ഥാൻ 228 റൺസാണ് നിശ്ചിത 20 ഓവറിൽ എടുക്കുന്നത്. ആ പയ്യന്റെ ഒരു അടിയിലാണ് ആ സ്കോറിലേക്ക് വരാനുള്ള കാരണം. എന്നാൽ ചേസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്? ചേസ് ചെയ്യുമ്പോൾ ഹെഡും അഭിഷേകും കൂടി ഓപ്പൺ ചെയ്യുന്നു. കളിയുടെ ഫസ്റ്റ് പന്തിൽ ആർച്ചറിനെ കിടലൻ പന്ത് ഹെഡ് എടുക്കുന്നു, കീപ്പർ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. പന്ത് ഹെഡിന്റെ ക്യാച്ച് അവിടെ വിടുന്നു. പക്ഷേ ഹെഡിന് ആദ്യത്തെ ഓവറിൽ ആർച്ചർ പറഞ്ഞേക്കുന്നത് സെയിം ലെങ്ത് ഡെലിവറി, കീപ്പർ ക്യാച്ചിനെ പിടിക്കുന്നു. സെയിം മിസ്റ്റേക്ക് ഹെഡിൽ വരുന്നു, ഇത്രയാണ് ജോറിൽ പിടിക്കുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് ഇപ്പോ അഭിഷേക് ശർമ്മയുടെ കാര്യം, ആർച്ചറുടെ പന്തിൽ അഭിഷേക് ശർമ്മ അടിക്കുന്ന ഒരു അടിയുണ്ട്, അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഹെറ്റ്മയറിന് ബോൾ കണ്ടിട്ടില്ല. ഹെറ്റ്മയർ ബോൾ മാറിക്കളഞ്ഞിട്ടില്ല. ഷുവർ ക്യാച്ച് ഹെറ്റ്മയറിനെ പോലത്തെ മികച്ച ഫീൽഡർ അത് എന്തുകൊണ്ടാണ് മാറിയല്ല, ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്നതെന്നാണ് പറഞ്ഞത് അദ്ദേഹം. തൊട്ടടുത്ത ഓവറിൽ 2 പറയുന്നപ്പാട് ലാൻഡ്രെ ബർഗറുടെ പന്താന്ന് തോന്നുന്നു. ആ പന്തില് അടിച്ച അടി ഇത്തവണ ഡ്രോപ്പ് ചെയ്യുന്നു. ആരാ ഡ്രോപ്പ് ചെയ്യുന്നത്? രവീന്ദ്ര ജഡേജ ക്യാച്ച് വിടുന്നു. അങ്ങനെ ക്യാച്ചസ് ഇൻ ക്യാച്ചസ് വെറുതെ പറയുന്നതല്ല. അഭിഷേക് 2 ക്യാച്ച് ഡ്രോപ്പ് ചെയ്തല്ലേ. പിന്നെ താണ്ഡവ അടി അഭിഷേകും നിഷാനും കൂടി വെടിക്കെട്ടങ്ങ് തൊടുത്തു. ഇന്നലെ പരാഗ് 8 ബോളർ യൂസ് ചെയ്യുന്ന കഴിക്കണ്ടില്ലേ? അവരിന്നലെ തുഷാർ ദേശ്പാണ്ഡെ, ബ്രിജേഷ് ശർമ്മ, അവിടെ ലാൻഡ്രെ ബർഗർ, ജോഫ്രെ ആർച്ചർ, രവീന്ദ്ര ജഡേജ, ബിഷ്ണോയ്, ഡൊണോവൻ ഫെറേര, പരാഗ് കൂടി വരുന്നു. അങ്ങനെ 8 ബോളർ വിക്കറ്റ് കിട്ടുന്നില്ല. ഈ ആർച്ചർ വന്നിട്ട് ഇഷാൻ കിഷൻ എടുത്തു എന്ന കാര്യം മറക്കുന്നില്ല. ഡൊണോവൻ ഫെറേരാണ് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ SRHന് ഇപ്പോ മികച്ച ഫോമിലാണ് അവരുടെ ബാറ്റ്സ്മാൻമാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിഷേക് ശർമ്മ ഫോമായി. പിന്നെ ഹെൻറി ക്ലാസിന്റെ കാര്യം പറയേണ്ടല്ലോ, ഇഷാൻ കിഷൻ കൂടി ടച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവര് മികച്ച രീതിയിൽ തന്നെ 229 റൺസ് എന്ന വലിയ സ്കോർ ചേസ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ
പിന്നുള്ളൊരു കാര്യം ബ്രിജേഷ് ശർമ്മയുടെ കാര്യം. ബ്രിജേഷ് ശർമ്മ യഥാർത്ഥത്തിൽ നിതീഷ് കുമാറുടെ ഹെൻറി ക്ലാസിന് കളിയുടെ അവസാനം എടുക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ കൃത്യമായിട്ട് തരുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കൊക്കെ കളി SRHന്റെ പരിധിയിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഹെൻറി ക്ലാസ് ആകുമ്പോൾ 10 റൺസാണ് വേണ്ടത് 15 ബോളിൽ. അപ്പത്തേക്ക് കളി SRHന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇന്നലെ 2 ക്യാച്ചാണ് SRH യഥാർത്ഥത്തിൽ വിട്ടുകളഞ്ഞത്. അല്ല, രൺസ് ഒന്ന് ജഡേജ വിട്ടതും ഒന്ന് ഹെറ്റ്മയർ വിട്ടതും. പിന്നെ ബ്രിജേഷ് ശർമ്മ അവസരം ക്യാച്ച് വിടുന്നുണ്ട്. അങ്ങനെ SRHന് ഇന്നലെ ലക്ക് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ രാജസ്ഥാൻ ഇന്നലെ വിചാരിച്ചതൊന്നും കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ മത്സരത്തോടു കൂടി SRH ഇപ്പോ 3ാം സ്ഥാനത്തേക്ക് വന്നു. രാജസ്ഥാന്റെ ഒരു പോസിറ്റീവ് എന്താണെന്നറിയോ? ജോഫൻ ആർച്ചർ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും ഒരു പോസിറ്റീവാണ്. പിന്നെ ആ പയ്യന്റെ അടിയും ഈ 2 കാര്യങ്ങളാണ് അവർക്ക് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളൂ. ബാക്കിയൊന്നും അവരെ വരുത്തിയിൽ ഇപ്പൊ വരുന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ഏതായാലും SRH ആരാധകർക്ക് സന്തോഷം തന്നെയാണ്. കാരണം അവരുടെ ക്യാപ്റ്റൻ കൂടി തിരിച്ചെത്തുമ്പോൾ അവർക്ക് ഇനിയും കൂടുതൽ മികവിലേക്ക് പോകാൻ പറ്റുന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.